ഇതാണ് അപ്പൊ തുടക്കം. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, റാംബോക്ക് ആ തുടക്കത്തിൽ ഒരു സാധനം കിട്ടാൻ വേണ്ടി ഈ സാധനത്തിന് ഏറ്റുപിടിച്ചൊരു ഫീലിംഗ് ഇരിക്കുന്നുണ്ട്. പിന്നെ റാംബോന്റെ അകത്തുള്ള ഫ്രസ്ട്രേഷൻ. തൊപ്പിയാണ് റാംബോനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓബിയസ്ലി തൊപ്പിയും ഷെമീറും ഒക്കെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ട് തന്നെയാണ് എന്റെ ബലമായ ഒരു സംശയം. അല്ലെങ്കിൽ അതിന്റെ ബാക്കിൽ നിന്ന് ചിരിയൊക്കെ കേൾക്കുന്നുണ്ട്. കാരണം റാംബോടെ കിടന്ന് ഈ പറഞ്ഞ ഷാജഹാന്റെ കാര്യം പറഞ്ഞ് മൂനിക്കെല്ലാം പറയുമ്പോഴൊക്കെ ബാക്കിൽ നിന്ന് ചിരിയൊക്കെ കേൾക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇവന്റെ സ്ക്രീനൊക്കെ ക്രോപ്പ് ചെയ്യാനൊക്കെ വന്ന് പോകുന്നുണ്ട് ഇവരൊക്കെ. അപ്പൊ അവിടെ ഉണ്ട്. എന്റെ ഫസ്റ്റ് ലൈവ് അവരെന്തായാലും മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഈ വിഷയം എടുത്തു വെച്ച് റാംബോ സംസാരിക്കുമ്പോൾ ഓൾറെഡി തൊപ്പിന്റെ ലൈവിൽ നിന്ന് അല്ലെങ്കിൽ ഇവരെ കൂട്ടമായിട്ട് ഇവരത് ഡ്രോപ്പ് ചെയ്തൊരു വിഷയമാണ്. രണ്ടാമത് എടുത്തു വെച്ച് കൊണ്ടുവരുമ്പോൾ തൊപ്പി ശരിക്കും എന്തേണ്ടിയിരുന്നു, ഇത് റിയാക്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇതൊന്ന് സെറ്റിലാക്കി വിടേണ്ട ഒരു ഐറ്റമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. തൊപ്പി അവിടെ ഉള്ളതുകൊണ്ട് റാംബോയുടെ ഫ്രസ്ട്രേഷൻ തീർത്തു. കേട്ടിട്ട് നിങ്ങൾ ചിരിച്ചിരുന്നു. എന്നിട്ട് എന്തായ ലാസ്റ്റ് നമ്പറും ലീക്കായി. വല്ലാത്തൊരു യൂണിവേഴ്സ് ബിൽഡപ്പ് തന്നെയാണ്. ഇതും കൂടി കഴിഞ്ഞത് രണ്ടാമത്തെ ലൈവായിട്ട് മൂന്നാമത്തെ ലൈവാണ് റാംബോന്റെ. ഇതിനകത്ത് അൻഷിഫ് മൂനിക്കലിനെ വിളിക്കുന്നു. മൂനിക്കലാണെങ്കിൽ എന്തെങ്കിലും കിട്ടാൻ നിൽക്കുകയാണ്. മൂനിക്കലിനെ ഞാൻ പേഴ്സണലി വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, എന്ത് പരിപാടി ചങ്ങായി കാണിക്കുന്നത് ഇത് രണ്ടെണ്ണം കൂടി ഒന്ന് രണ്ട് തലയും കത്തിച്ചു വിടേ, അപ്പൊ ഇതൊന്നൊരു അടിയിലെത്തുള്ളൂ, എന്നിട്ട് നമുക്ക് തീരുമാനമാക്കുമല്ലോ. മൂനിക്കലിന്റെ മൂടാതാണ് ചെങ്ങായിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അയാൾ മഞ്ഞക്കാടിന്റെ എക്സ്ട്രീം ചെങ്ങായി എനിക്ക് പറയുള്ളൂ. ആ ചെങ്ങായിക്ക് ഇത് എങ്ങനെയെങ്കിലും കുറച്ച് അടിയും തീയും പൊക്കെയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പോകണമെന്നൊക്കെ ആ രീതിയിലാണ് പോകണം പേഴ്സണലി ആഗ്രഹിക്കുന്ന ചെങ്ങായി തോന്നുന്നത്. അതിനോട് ഞാൻ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അങ്ങനെയാണ്, അത് മാറാൻ പോകുന്നില്ല. ഇതില് റാംബോന്റെ സ്കീമാണെങ്കിലും റാംബോ ഇപ്പോൾ മൂനിക്കലിനെ വിളിച്ചപ്പോൾ മൂനിക്കൽ പറഞ്ഞിട്ടില്ലേ ഇജ് ലൈവില്ല അന്ന് വെച്ച് പറഞ്ഞിട്ട് തെറിയണ തുടങ്ങി. എല്ലാത്തിനും ഈ പറഞ്ഞ പോലെ ഒരുതരം ഹിഡൻ അജണ്ട സ്ക്രിപ്റ്റ് ഉള്ള പോലെയാണ്. ഈ ഷാജഹാൻ നിഷാൻ വന്നതിന് ശേഷം സ്ക്രിപ്റ്റ് ഏതാ അല്ലാതെന്ന് മനസ്സിലാവണില്ല മക്കളെ. ആ രീതിയിലാണ് ഏറ്റവും സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മാതിരി ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചത്തു ഇല്ല. സോഷ്യൽ മീഡിയയിൽ ഓർഗാനിക് ഐറ്റങ്ങളൊക്കെ കാണണമെങ്കിൽ ഭയങ്കര റയറാണ്. മൂനിക്കൽ അതിലും കോമഡിയാണ്. തൊപ്പി വീണ്ടും മൂനിക്കൽ വിളിച്ച് കാര്യം പറയാൻ വിളിച്ചപ്പോഴത്തേക്ക് മൂനിക്കൽ അതിലും വലിയ സ്ക്രിപ്റ്റ്. ഇന്നലെ ഞാൻ ഈ സ്ക്രിപ്റ്റിന് ജസ്റ്റ് കഴിച്ചില്ലായതാ. തൊപ്പിയുടെ നമ്പർ ലീക്കായി, അതിന്റെ ഇമ്പാക്ട് വേറെ. ഇനി ഇതൊക്കെ പാടെ കൂടി വീണ്ടും തൊപ്പിന്റെ തലയിൽ പോകുമ്പോൾ തൊപ്പി വീണ്ടും വന്നിരുന്നിട്ട് ഇതൊക്കെ എന്തിനാണ് ഇന്ത്യ നെഞ്ചത്ത് കൊണ്ടുവരുന്നുള്ള ചോദ്യം ചോദിച്ചോടിയുണ്ട്. മൂനിക്കലിന്റെ കേസിലൊക്കെ ചത്താ കുത്തിയില്ലേ പച്ച നടക്കുന്ന ടീമാണ് മൂനിക്കലൊക്കെ. മൂനിക്കലിലൊന്നും ഒന്നും പോകാനൊന്നുമില്ല മൂനിക്കലൊന്നും. അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നന്നായി മുന്നോട്ട് പോയാൽ നല്ലത്.